ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചക്കപ്പമാണ്. കൂഴച്ചക്ക വെച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇതിലെ കുരുവൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതാ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വരിക്കച്ചക്കയാണെങ്കിൽ ശർക്കര പാനി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാനായി വെക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇത് ഞാൻ തയ്യാറാക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ്. ഇതിന് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഈ ചക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറേ സമയത്ത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇതുപോലെ റെഡിയായി കിട്ടും. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആക്കി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 4 ഏലക്ക പൊടിച്ചത്. ഇതൊക്കെ നല്ലൊരു വാസനയും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ജീരകം ഇഷ്ടമില്ലാത്തൊരു ഏലക്ക മാത്രം ചേർത്താലും മതി. ജീരകം ഇലയപ്പത്തിന് നല്ലതാണ്. ഇതിലേക്ക് ഞാനൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് റവ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാകുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ചക്ക മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് മധുരം ആയാലും മതി. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. അതിന് കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ വേണേൽ തയ്യാറാക്കിയെടുക്കാൻ. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നത്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഇലയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിന് ഈ ഇലയാണ് കേട്ടോ എടുത്തത്. ഈ ഇലയിലാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതില്ലാത്തവർ വാഴയിലയിൽ തയ്യാറാക്കിയെടുത്താൽ മതി. അതായത് ഇതുപോലെ ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിതിലേക്ക് കുറേശ്ശെ ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. എല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരട്ടെ. ഒരു 8-10 മിനിറ്റ് മതി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഇത് നല്ല ചൂടാറിയതിന് ശേഷം കഴിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ചൂടാറിയിട്ടില്ല. ഞാൻ ചൂടോടൊക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണിതാ. നല്ല പഞ്ഞി പോലത്തെ അപ്പം കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.